നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. അത് ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് അടിത്തറയിട്ട, അല്ലെങ്കിൽ അതിനെ ഐഡിയോളജിക്കലായിട്ട് ഫ്രെയിം ചെയ്ത, പ്രത്യയശാസ്ത്രപരമായി അതിനൊരു ചട്ടക്കൂട് നെയ്തു കൊടുത്ത ആൾ വിനായക് ദാമോദർ സവർക്കറാണ്, വി ഡി സവർക്കറാണ്. വി ഡി സവർക്കർ നമുക്കറിയാം 1911 ആൻഡമാനിലെ ജയിലിൽ പോകുന്നുണ്ട്. ആൻഡമാനിലെ കാലാപാനിയിലേക്ക് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അന്ന് ശിക്ഷിച്ച് അയക്കുന്നുണ്ട്. 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടാണ് സവർക്കർ അങ്ങോട്ട് പോകുന്നത്. ഇരട്ട ജീവപര്യന്തമായിരുന്നു സവർക്കർക്ക് വിധിച്ചത്. ഈ ഇരട്ട ജീവപര്യന്തം തടവിന് വിധിച്ച തടവുകാരൻ 1911 ആൻഡമാനിലെ കാലാപാനിയിലെത്തുന്നു. പക്ഷെ 10 വർഷം കഴിയുന്ന, ഏതാണ്ട് 10-11 വർഷം കഴിഞ്ഞപ്പോൾ 1922, 23 ആയപ്പോൾ ആൻഡമാനിൽ നിന്ന് ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നു. 24 ആയപ്പോഴേക്കും വിമോചിപ്പിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു, പക്ഷെ ജയിൽ വിമോചിതനായി തീർന്നു. ഇത് നമുക്കറിയാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. സവർക്കർ തൻ്റെ ജയിൽ ജീവിത കാലത്ത്, ജയിൽവാസ കാലത്ത് 9ഓളം മാപ്പപേക്ഷകൾ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയും ആ 9ഓളം മാപ്പപേക്ഷകളുടെ ബലത്തിലാണ് ഇങ്ങനെ 24 ആയപ്പോഴേക്കും അദ്ദേഹത്തെ ജയിൽ മോചിതൻ ആക്കുന്നത്. അതിപ്പോൾ വിവാദ വിഷയമാണ്. ബ്രിട്ടീഷുകാരെ കബളിപ്പിക്കാനാണ് കൊടുത്തത് എന്നൊക്കെ ഹിന്ദുത്വവാദികൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയ ഈ അരുൺ ഷൂരിയുടെ പുസ്തകം തന്നെ തെളിവ് തരുന്ന ഒന്ന്. അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഒരുപാട് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എൻ്റെ പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോഴും നാഷണൽ ലെവലിൽ വരുമ്പോഴൊക്കെയാണല്ലോ അതിനൊരു വലിയ പ്രാധാന്യം കിട്ടുക. അപ്പം ആ പുസ്തകത്തിലൊക്കെ പറയുന്ന പ്രകാരം 24 ജയിൽ മോചിതനായതിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ചെറുവിരലനക്കാത്ത ആളാണ് സവർക്കർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ മാപ്പപേക്ഷ അപ്പടി പാലിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നറിയാം. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഈ 24 സവർക്കർ മോചിതനായി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇറ്റലിയിൽ അന്നത്തെ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പറായിരുന്ന ഒരാൾ അറസ്റ്റിലാവുന്നുണ്ട്. 20 വർഷം ഈ തലച്ചോറ് ഇനി പ്രവർത്തിക്കാതിരിക്കണം എന്ന് പറഞ്ഞാണ് മുസോളിനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത്. 20 വർഷം ഈ തലച്ചോറ് അനങ്ങരുത് എന്ന് പറഞ്ഞ് തടവിലിടുകയാണ്. പക്ഷേ ഈ ഒരു സന്ദർഭം വന്നപ്പോൾ മാപ്പ് എഴുതി തന്നാൽ പുറത്തു വരാം എന്ന് പറയുന്ന നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അദ്ദേഹം അതെല്ലാം തട്ടിക്കളഞ്ഞ് 46 വയസ്സിൽ മരണം വരിച്ച ആളാണ്. മാത്രമല്ല, ഈ ജയിലിലിരുന്നാണ് ഈ തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. 13,000 പേജ് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ ജയിലിലായ 10-30 വർഷക്കാലം ജയിലിൽ കിടന്നു അദ്ദേഹം. ആ സമയത്ത് 13,000 പേജ് എഴുതിയിട്ടുണ്ട്. ആ 3,000 പേജ് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. പ്രിസൺ നോട്ട് ബുക്സ് എന്നുള്ള പേരിൽ ഞാൻ പറഞ്ഞു എന്ന ആൾ അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ ഒരു രാഷ്ട്രീയ ചിന്തകൻ ആണ്. ഈ ആന്റോണിയോ ഗ്രാംഷിയാണ് പ്രധാനപ്പെട്ട ഒരു പരികൽപ്പന, ഒരു പക്ഷേ ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പരികൽപ്പന നമുക്ക് നൽകുന്നത്. ഈ ജയിൽ ഡയറി കുറിപ്പിലാണ്. ഈ ജയിൽ ഡയറി കുറിപ്പിലാണ് ഹെജിമണി എന്ന് പറയുന്ന ഒരാശയം, അധീശത്വം എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപാട് ആശയങ്ങൾ ഗ്രാംഷി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ അപഗ്രഥിക്കാൻ ആവശ്യമായ വലിയ രാഷ്ട്രീയ വിചാരങ്ങളാണ് അവയൊക്കെ തന്നെ. ഈ ഹെജിമണി എന്ന് പറയുന്ന ആശയം വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ നമുക്ക് വലിയ തരത്തിൽ ചരിത്രത്തെ രേഖപ്പെടുത്താൻ അറിയാം. ഇപ്പം തീയതികൾ വെച്ച്, നടന്ന സംഭവങ്ങൾ വെച്ചൊക്കെ ചരിത്രം നമുക്ക് അടയാളപ്പെടുത്താം. പക്ഷേ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ സാമൂഹ്യമായി എത്രമാത്രം ബാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ചരിത്ര പഠനത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ഉദാഹരണമായിട്ട് 1907 തിരുവിതാംകൂറിൽ അന്നത്തെ രാജാവ് ദളിത് സ്ത്രീകൾക്ക് വിദ്യാലയ പ്രവേശനം നൽകുന്നുണ്ട്. 1907 മറ്റോ ആണ് ആ വിളംബരം പുറപ്പെടുവിക്കുന്നത്. 3 വർഷം 1910 ഒരു ദളിത് കുട്ടിയും സ്കൂളിൽ പോകുന്നില്ല, ആരും വിളിച്ചു കയറ്റുന്നുമില്ല. അതിങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രേഖകൾ പരിശോധിക്കുമ്പോൾ വലിയ പുരോഗമനം നടന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാലയ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയുടെ കൈ പിടിച്ച് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നതും അത്
പിന്നീട് പിറ്റേ ദിവസം തന്നെ അത്, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂള് തന്നെ അഗ്നിക്കിരയാവുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മാറ്റം, രാഷ്ട്രീയ തലത്തിൽ മാറ്റം സംജാതമായാൽ തന്നെ അതിനെ ചെറുക്കുന്ന, അല്ലെങ്കിൽ പഴയ സ്ഥിതി തൽസ്ഥിതി തുടർത്തുന്ന എന്തോ ഒന്ന് സമൂഹത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് നിയമമൊന്നുമല്ല, അത് ഒരു നിയമം കൊണ്ട് നിർമ്മിച്ചതല്ല, മറിച്ച് അത് ഒരു കോമൺ സെൻസ് കൊണ്ട് സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെയാണ് വരുന്നത്. 1925 മഹാഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ കൊങ്കൺ പ്രവിശ്യയിലെ മഹാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വിപ്ലവകരമായിട്ടുള്ളൊരു നിയമം അന്നത്തെ നിലയ്ക്ക് അവിടുത്തെ പ്രാദേശിക ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും തുടർച്ചയായിട്ടുള്ള നിരവധി കലാപങ്ങളൊക്കെ നിമിത്തം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, കൊളോണിയൽ ഗവൺമെൻറ് പ്രവിശ്യ കുറച്ച് അധികാരങ്ങൾ, എന്ന് പറഞ്ഞാൽ അധികാരം എന്ന് തോന്നിപ്പിക്കുന്ന ചിലത് തദ്ദേശീയർക്ക് കൊടുത്തില്ലെങ്കിൽ വലിയ തരത്തിൽ എതിർപ്പുണ്ടാവുന്നു എന്ന് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഈ പറയുന്ന ഇൻഡോ മോർലി പരിഷ്കാരം, മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ പരിഷ്കാരങ്ങൾ വരുന്ന കാലമാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ലോക്കൽ ഗവൺമെൻറ്റിൽ, പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, പ്രവിശ്യ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാൻ ഇന്ത്യക്കാർക്ക് അനുവാദം കിട്ടി. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മഹാഡ് മുനിസിപ്പാലിറ്റിയിൽ, മഹാഡ് നഗരസഭയിൽ പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, അന്നത്തെ നിലയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യരൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരാദ്യം തന്നെ അവരുടെ അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യം, മഹാഡിലെ വലിയൊരു ചിറയിലെ, വലിയൊരു തടാകത്തിലെ ജലം ദളിതർക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ ഈ മഹാഡ് മുനിസിപ്പാലിറ്റിയിലെ മറ്റ് ആളുകൾക്ക്, മറ്റ് നിവാസികൾക്ക് ഈ അവരുടെ ജല ആവശ്യങ്ങൾക്ക് ഈ ചിറയിലെ ജലം ഉപയോഗിക്കാമായിരുന്നു, ഈ തടാകത്തിൽ ജലം ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ദളിതർക്ക് ആ ജലം ഉപയോഗിക്കാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പല സ്ഥലത്തും നിലനിൽക്കുന്ന പോലെ വിലക്കുണ്ടായിരുന്നു. കുമാരനാശാൻ്റെ ചണ്ടാല വീഴ്ചകയിലെ ഏറ്റവും വലിയ വിലക്ക്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ജലത്തിന് ജാതിയുണ്ട് എന്നുള്ള കണ്ടുപിടുത്തമാണ് അല്ലേ. നിങ്ങൾ കുടിക്കുന്ന ജലമല്ല ഞാൻ കുടിക്കുന്ന ജലം എന്ന് പറയുന്നത് ചണ്ടാല ബാലികയാണ്. എന്ന് പറഞ്ഞാൽ ജലത്തിന് ജാതിയുണ്ട്, വായുവിനും ജാതിയുണ്ട്, മണ്ണിനും ജാതിയുണ്ട് എന്നൊക്കെ പറയുന്ന കണ്ടുപിടുത്തമാണ് യഥാർത്ഥത്തിൽ കുമാരനാശാൻ്റെ ആ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതുപോലെ മഹാഡിലെ ജനങ്ങൾ, അല്ലെങ്കിൽ മഹാഡിലെ അന്നത്തെ ഈ പ്രാദേശിക ഭരണകൂടം ഈ ജലത്തിൻ്റെ ജാതി നീക്കാൻ നിശ്ചയിച്ചു. എന്ന് പറഞ്ഞാൽ ജലത്തിന് ജാതിയില്ല, അവിടെ എല്ലാവർക്കും ചെല്ലാം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ നിയമം വന്നു. ഈ നിയമം വന്നപ്പോൾ സാധാരണഗതിയിൽ വലിയ തരത്തിൽ ഗണ്യമായ തോതിൽ ദളിത് ജനസംഖ്യ ഉണ്ടായിരുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ അവരെല്ലാവരും ചെന്ന് വെള്ളം എടുക്കണ്ടായിരുന്നു. ഒരാളും പിറ്റേ ദിവസവും വെള്ളം എടുക്കാൻ പോയിട്ടില്ല. മാത്രമല്ല അവരാരെയും ക്ഷണിച്ചു കൊണ്ടൊന്നുമില്ല. ഇവർ ഒരു പക്ഷേ വലിയ തരത്തിലുള്ള പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന ഒരു നിയമസഭ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടം ഉണ്ടാക്കാൻ സഹായിച്ച ജനങ്ങളാരും ഇവരെ കൊണ്ട് നിയമം വന്നു, നിങ്ങൾ വെള്ളം എടുക്കണമെന്ന് പറയാൻ ഒരാളും വന്നില്ല. 2 കൊല്ലം 3 കൊല്ലം അങ്ങനെ തന്നെ നിന്നു. 27 അംബേദ്കർ ആ സമയത്ത് അമേരിക്കയിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ ഉണ്ടാക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ മഹാഡിലെ പ്രശ്നം കണ്ണിൽപ്പെടുന്നത്. അങ്ങനെ വലിയ മീറ്റിംഗ് മഹാഡിൽ കൂടുന്നു. മഹാഡിൽ വെച്ചിട്ടാണ് അപ്പം വലിയ മീറ്റിംഗ് കൂടിയിട്ട് ഇത് മഹാഡ് ഈ ചിറയിൽ നിന്ന്, തടാകത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ നിശ്ചയിക്കുന്നു. അംബേദ്കറുടെ നേതൃത്വത്തിൽ 10,000 പേര് വരുന്ന ദളിതർ ഈ തടാകത്തിലേക്ക് മാർച്ച് ചെയ്ത് അവിടുന്ന് അംബേദ്കർ ഇറങ്ങി ഒരു കുമ്പിൾ വെള്ളം കുടിക്കുന്നുണ്ട്. അത് പിൽക്കാലത്ത് കവിതയിൽ യോസഫ് മക്കാനൊക്കെ എഴുതിയ പോലെ, നീ ഒരു കുമ്പിൾ വെള്ളമേ കുടിച്ചുള്ളൂ, പക്ഷേ ഞങ്ങൾ അനേകായിരം വർഷങ്ങളുടെ അടിമത്തത്തിൻ്റെ കടൽ താണ്ടി എന്ന് പറയുന്നുണ്ട്. അതൊരു മുഹൂർത്തം എന്ന് പറഞ്ഞ ഒരു കുമ്പിൾ വെള്ളം കുടിക്കുന്നുള്ളൂ. പക്ഷെ ആ കുമ്പിൾ വെള്ളം കുടിക്കുന്നത് ഈ സഹസ്രാബ്ദങ്ങളായിട്ട് നിലവിലിരിക്കുന്ന ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പുറത്ത് വലിയ തരത്തിലുള്ള ഡൈനാമിറ്റ് വിക്ഷേപിച്ച പോലെ, ആറ്റം ബോംബ് വിക്ഷേപിച്ച പോലെ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിറ്റേ ദിവസം ബ്രാഹ്മണർ 1000 കുടങ്ങളായിട്ട് ഈ തടാകത്തിലേക്ക് മാർച്ച് നടത്തി, ശുദ്ധികലശം നടത്തി, 1000 കുടങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ വെള്ളം കോരിക്കളഞ്ഞ് ശുദ്ധികലശം നടത്തുന്നുണ്ട്. മാത്രമല്ല അവർ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങി. സമരം ചെയ്യാനൊന്നും വൃത്തിയില്ലാണ്ടായി സ്റ്റേ വാങ്ങി. അങ്ങനെ മഹാഡ് സമരം ഒരു ലോക്കിൽപ്പെട്ടു, ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു.
അപ്പോഴാണ് അംബേദ്കർ പിന്നെ ഈ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കുളത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ജാതിയുടെ പ്രശ്നമാണ്. ജാതിയുടെ പ്രശ്നമാണെങ്കിൽ ഈ ജാതിയെ നിലനിർത്തുന്ന ആശയപ്രപഞ്ചങ്ങളാണ് അതിനെയാണ് നേരിടേണ്ടത്. അങ്ങനെയാണ് മനുസ്മൃതി കത്തിക്കുന്നത്. മഹാഡിൽ വെച്ചിട്ട് അംബേദ്കർ മനുസ്മൃതി കത്തിക്കുന്ന ആ സമരത്തിലേക്ക് പോകുന്നത്, അത് തുടങ്ങുന്നത് ഫിസിക്കലായിട്ടുള്ള പ്രശ്നത്തിൽ നിന്നാണ്, ഒരു ഭൗതിക പ്രശ്നത്തിൽ നിന്നാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള പ്രശ്നത്തിൽ നിന്നാണ്. പക്ഷെ ആഴത്തിൽ അത് പോയി ഇത് ഐഡിയോളജിക്കൽ പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. ഈ ഐഡിയോളജിയെ നേരിടാതെ മറ്റ് തരത്തിൽ ഉള്ള ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ഇടപെടുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ കൂടുന്നു, ഒരു പക്ഷേ അതിന് പരിഹാരം ഉണ്ടാക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ അപ്പുറം ജാതി എന്ന് പറയുന്ന ഒരു സംഗതിയെ നേരിടണമെങ്കിൽ അതിൻ്റെ ഐഡിയോളജിക്കൽ കോറിനെ നേരിടണം അതാണ് ഈ മനുസ്മൃതി കത്തിക്കുന്ന സമരത്തിലേക്ക് അംബേദ്കർ എത്തിക്കുന്നത്. അത് 27-ലാണ് നടക്കുന്നത്. ഇതും കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് കേസും കഴിഞ്ഞ് 37-ലാണ് പിന്നീട് ഒരു ദളിതന് വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇത് നുണക്കഥയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ വിവേചനങ്ങൾ മാറുന്നു, വേറൊരു ലെവലിലേക്ക് പോകുന്നു. അപ്പം പഴയ കഥയൊക്കെ ഇതൊക്കെ നുണക്കഥയാണ്, കണ്ടില്ല ജാതി മാറി. പക്ഷേ ജാതിയുടെ വിവേചനം വേറെ അടുത്തേക്ക് മാറുന്നുണ്ട്. അപ്പം ഇത് ഈ ഐഡിയോളജിക്കലായിട്ട് ജാതിയെ തുറന്ന് കാട്ടുക എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെ എതിരിടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറഞ്ഞത്. രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിവർത്തനങ്ങളുടെ ചരിത്രം കൊണ്ടോ ഈ സാമൂഹ്യ പരിവർത്തനം ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിയമങ്ങൾ വരുന്നുണ്ട്, പക്ഷേ സമൂഹം അനങ്ങുന്നില്ല. സമൂഹം അനങ്ങാ പാറ പോലെ നിൽക്കുന്നു. ഇന്ത്യൻ ചരിത്രം ഞാൻ 2 ഉദാഹരണമേ പറഞ്ഞോളൂ. ഇന്ത്യൻ ചരിത്രം നോക്കിയാൽ നിരന്തരമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യത്തെ ഭരണഘടനാ അസംബ്ലിയുടെ അവസാന സമ്മേളനത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടത്തുന്ന അന്തിമ പ്രസംഗത്തിൽ അംബേദ്കർ ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അംബേദ്കർ പറയുന്നത് ഡെമോക്രസി എന്നുള്ളതിനെ നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നതിനെ നിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞു ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നവംബർ 26-നാണ് ഇത് നിലവിൽ വരുന്നത്, പിന്നത്തെ ജനുവരി 26-നാണത് റിപ്പബ്ലിക് ആവുന്നത്, അത് അംഗീകരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. ഇന്ത്യ റിപ്പബ്ലിക് ആയാൽ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലത്തെ ഭരണ സംവിധാനമല്ല. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ 10-600 നാട്ടുരാജ്യങ്ങളും ഒരു ബ്രിട്ടീഷ് ഭരണ പ്രദേശവും ചേർന്നതായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രവിശ്യ, പിന്നെ കുറേ നാട്ടുരാജ്യങ്ങൾ. ഇതല്ല, ഇനി മുതൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിൽ കയറുക. ആദ്യത്തെ ഗവൺമെൻറ് നമുക്കറിയാം, നെഹ്റുവിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്, അംബേദ്കർ നിയമമന്ത്രിയായിരുന്ന ഗവൺമെൻറ് തെരഞ്ഞെടുത്ത ഗവൺമെൻറ് അല്ല, അത് കാവൽ മന്ത്രിസഭയായിരുന്നു. എല്ലാ കക്ഷിയിലും പെട്ട ആളുകൾ ഉൾപ്പെട്ട മന്ത്രിസഭയായിരുന്നു. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഒരു ഇടക്കാല സംവിധാനമായിരുന്നു. ശരിക്കുള്ള ഗവൺമെൻറ് 51-52 ആദ്യത്തെ ഇലക്ഷനിൽ കൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ അംബേദ്കർ അതിനു മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ഇലക്ഷൻ നടത്തും, കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാർ ജയിക്കും, ഇതൊക്കെ ശരി തന്നെ. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കേതിക കാര്യങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രം ജനാധിപത്യം ഉണ്ടായെന്ന് വിചാരിക്കരുത്. ജനാധിപത്യം എന്ന് പറയുന്നതിന് സാമൂഹ്യമായ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെമോക്രസി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത്, സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ്, പ്രചരണം, തെരുവിൽ പ്രസംഗം, ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുന്നു, അങ്ങനെ അതൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു, ഇതൊക്കെ നോക്കി വിലയിരുത്തി വോട്ട് ചെയ്യാം. പക്ഷെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നതില്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമാവും. എന്താണ് ഈ സാമൂഹ്യ ജനാധിപത്യം? അംബേദ്കർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ശ്യാംകുമാർ നേരത്തെ പറഞ്ഞ പോലെ 3 മൂല്യങ്ങൾ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങളെ മുൻനിർത്തി ഇന്ത്യൻ സമൂഹ വ്യവസ്ഥയെ റീഓർഗനൈസ് ചെയ്യുക, പുനഃസംഘടിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ജോൺ ഡേവിയുടെ അസോസിയേറ്റഡ് ലിവിംഗ് എന്ന് പറയുന്ന ഒരുപക്ഷെ ആ പരികൽപ്പനയെ ഒന്നുകൂടി വികസിപ്പിക്കുകയാണ് അംബേദ്കർ ചെയ്യുന്നത്. കാരണം ഇന്ത്യയിലെ സമൂഹത്തിൽ ജാതിയുണ്ട്, ഇന്ത്യയിലെ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളുണ്ട്.
അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞ വലിയ ആശയം കൊണ്ടുവയ്ക്കുന്നു. നിങ്ങൾ പറയുന്നു തുല്യരാകുന്നു, എല്ലാവർക്കും തുല്യ വോട്ടാണ്, എൻ്റെ വോട്ടിനും രാജാവിൻ്റെ വോട്ടിനും ഒരു വില തന്നെയാണ്, അല്ലാതെ രാജാവിൻ്റെ വോട്ടിന് 100ഉം എൻ്റെ വോട്ടിന് 0.5 അല്ല വില. അതൊക്കെ അങ്ങനെ ടെക്നിക്കലി ഒക്കെ സമാവുന്നുണ്ട്. പക്ഷെ പ്രവർത്തിക്കണമെങ്കിൽ, ഇത് പ്രവർത്തിച്ച് സമൂഹ പരിവർത്തനം ഉണ്ടാവണമെങ്കിൽ ഈ പ്രോസസ്സ് നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സൊസൈറ്റി റീഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഈ പ്രക്രിയ നിലച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഫ്രെയിമിൽ കൂടി എല്ലാ തരവും ഫാസിസവും കടന്നു വരും. അല്ലാതെ ജനാധിപത്യം ഇറ്റ്സെൽഫ് നമ്മൾ ഒരിടത്തും കൊണ്ടുപോവില്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ മൊണാർക്ക് പോലെ, രാജഭരണം പോലെയല്ല ജനാധിപത്യം നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ജനാധിപത്യം ഉള്ളത് കൊണ്ട് 5 കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം തികഞ്ഞവരായി എന്ന് വിശ്വസിക്കരുത്. ആ ഫ്രെയിമിൽ കൂടി ഫാസിസമല്ല, അതിനപ്പുറത്തെ കാര്യവും കടന്നു വരും. എന്തില്ലെങ്കിൽ ഈ സാമൂഹ്യ ജനാധിപത്യ പ്രക്രിയ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ, ഈ പറയുന്ന ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരം സമൂഹത്തെ പുതുക്കി പണിയുന്ന ശ്രമങ്ങളില്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി അത് സാങ്കേതികം മാത്രം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം കാണുന്ന പോലെ ഹിന്ദുത്വ ഫാസിസം അല്ല, നാളെ ഹിന്ദു രാഷ്ട്രം വരെ സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ സമ്മതി അവർ നേടിയെടുക്കും. ഇത് നമ്മളല്ല ആദ്യമായി കാണുന്നത്. ഹിറ്റ്ലർ വോട്ട് കിട്ടി ജയിച്ചു വന്നാണ്, അല്ലാതെ ഓട് പൊളിച്ചു വന്നതോ പട്ടാള വിപ്ലവം നടത്തി കസേര കയറിയിരുന്നോ അല്ല. മുസോളിനി വോട്ട് വാങ്ങി ജയിച്ചു വന്നതാണ്. എല്ലാ ബഹുഭൂരിപക്ഷ ആൾക്കാർ തെരഞ്ഞെടുത്താണ് ഹിറ്റ്ലറെയും മുസോളിനിയെയും. അവർ പോയത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചല്ല, യുദ്ധം വഴിയാണ് പോയതെന്നും കൂടി നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ അർത്ഥവത്താക്കണമെങ്കിൽ, ജനാധിപത്യത്തെ ആഴത്തിലേക്ക് ഏറ്റവും അവസാനത്തെ മനുഷ്യരിൽ പോലും എത്തിക്കണമെങ്കിൽ ഈ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതർവൈസ് ഈ ഫ്രെയിമിൽ കൂടെ വന്ന ഫാസിസത്തിനെ പറഞ്ഞയക്കാൻ എളുപ്പമല്ല, വളരെ വിഷമകരമാണ്. കാരണം ഇവിടെ രാഷ്ട്രീയമായ സാക്ഷരത നഷ്ടപ്പെട്ട മനുഷ്യരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന ഒരു ഭീകരജീവിയായിട്ടുള്ള ആൾ വരുന്നു. ഹിറ്റ്ലർക്കോ മുസോളിനിക്കോ ഇല്ലാത്ത ചില സൗകര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. ടെക്നോളജി വലിയ ലിബറേഷൻ ആണെന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് പറയാം വലിയ സ്വാതന്ത്ര്യമാണ് നൽകിയിട്ടുള്ളത്, ടെക്നോളജി നമുക്ക് അപരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി എന്നൊക്കെ പറയാമെങ്കിൽ അപ്പുറത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സർവൈലൻസ് ടൂളാണ്. ഇന്നത്തെ ഭരണാധികാരിക്ക് ഞാൻ എവിടെ ഇരിക്കുന്നു, ശ്യാംകുമാർ എവിടെ ഇരിക്കുന്നു, ആശ എവിടെ ഇരിക്കുന്നു, ജോളി എവിടെ ഇരിക്കുന്നു, കിട്ടമാഷ എവിടെ ഇരിക്കുന്നു എന്ന് നിമിഷ നേരം കൊണ്ട് അവിടെ ഇരുന്ന് അറിയാം. ഈ സാധനം നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം, ഈ പറയുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അത് ഏറ്റവും വലിയ സർവൈലൻസ് ടൂളാണ്. നെരൂദ ചിലിയിൽ വെറും 1.5 കോടി ജനങ്ങൾക്കിടയിൽ, എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതി ജനസംഖ്യ ഉള്ള ചിലിയിലാണ് നെരൂദ ഒളിവിലിരുന്നത്. ഈ പറയുന്ന അന്നത്തെ ഭരണകൂടത്തിൽ നിന്ന് അവർ അറസ്റ്റ് ചെയ്യാൻ മുതിർന്നപ്പോൾ വെറും 1.5 കോടി മനുഷ്യർക്കിടയിലാണ് അദ്ദേഹം ഒളിവിലിരിക്കുന്നത്. കാൻഡോ ജനറൽ എന്ന് പറയുന്ന തൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം ഒളിവിലിരുന്നാണ്. ഇന്നൊരാൾക്കും സാധ്യമല്ല, ഭരണകൂടത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ആ തരത്തിലുള്ള സർവൈലൻസ് ടൂൾ ഇന്ന് അവരുടെ കയ്യിലുണ്ട്. അപ്പം ആ ഫാസിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുതല്ല, അത് വലിയ തരത്തിലുള്ള കേന്ദ്രീകൃതമായിട്ടുള്ള ഫാസിസമാണ്. ആ ഫാസിസത്തിനെ ചെറുക്കണമെങ്കിൽ വലിയ തരത്തിലുള്ള ഈ കോമൺ സെൻസ് മാറ്റുക എന്ന് പറയുന്ന പണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ ജനാധിപത്യം എന്നുകൊണ്ട് അംബേദ്കർ ഉദ്ദേശിച്ച ഹെജിമണി എന്ന് പറഞ്ഞ് ഗ്രാംഷി ഉദ്ദേശിച്ച ആ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിൽ തങ്ങി നിൽക്കുന്ന കുറേ പൊതുബോധങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നുണ്ടായിന്ന് പറഞ്ഞാൽ ഹിന്ദു ഫാസിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ വരെ പറയും അത് അതിപ്രാചീനമായിട്ടുള്ളൊരു രാജ്യമെന്ന് പറയും. അതിപ്രാചീനമായിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികളെ തടഞ്ഞു നിർത്തി ആരാ നമ്മുടെ ശത്രു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ൽ 9 ആളും പാകിസ്ഥാൻ എന്ന് പറയും. ഇതാരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ? ആരെങ്കിലും അവരുടെ തലയിൽ നമ്മളാരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് അവർ ഇങ്ങനെ സാംശീകരിച്ച് വരികയാണ്. അപ്പോൾ ഈ സാംശീകരിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. അതിനാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്, പൊതുബോധം എന്ന് പറയുന്നത്.
ഈ പൊതുബോധത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പണിയാണ്, പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. വിജയമാഷ് പണ്ട് പറയും, പ്രസംഗത്തിൽ പറയും, അമ്പലപ്പുഴ പാൽപ്പായസം വലിയ മധുരമുള്ളതാണെന്ന് എല്ലാവരും പറയും. എന്ന് പറഞ്ഞാൽ മധുരിക്കുന്ന ഒരു പാൽപ്പായസമാണെന്ന് എല്ലാവരും സമ്മതിക്കും. അത് സമ്മതിക്കുന്നവരിൽ അത് കുടിച്ചു നോക്കിയൊരു വളരെ കുറവുണ്ടാവുള്ളൂ. വളരെ കുറച്ച് പേര് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും പറയും അമ്പലപ്പുഴ പാൽപ്പായസം ഗംഭീരാണ്. അപ്പം എന്തു ചെയ്യും? ഒരാൾ പോയിട്ട് നിശ്ചയിക്കുകയാണ് ഇത് കുടിച്ചു നോക്കാം. നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മളൊക്കെ ഇത് ശരിയാണ്, അമ്പലപ്പുഴ പാൽപ്പായസം വലിയ രുചിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ആളും അത് പറയും, അത് ഏറ്റു പറയും. അപ്പോഴാണ് ഒരാൾ വിചാരിക്കുന്നത് പോയി കുടിച്ചു നോക്കാം. കുടിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു ഇത് കഴിഞ്ഞ ആഴ്ച എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് ഞാൻ കുടിച്ച പാൽപ്പായസത്തിൻ്റെ അത്ര മധുരം ഇതിനില്ല, അല്ലെങ്കിൽ അത്ര രസം എനിക്ക് തോന്നിയില്ല. അയാൾ അത് വിളിച്ചു പറഞ്ഞാൽ, അയാൾ ആ കാര്യം പറഞ്ഞാൽ അത് പൊതുബോധത്തിൽ ഇടപെടലായി. എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ്, മനുഷ്യരുടെ പൊതുബോധത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളെ അങ്ങനെയല്ല ഈ കാര്യങ്ങളെന്ന് അത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായോ നമ്മളും ശരിയാണല്ലോ, നമുക്ക് അവിടെ പോയി കുടിച്ചു നോക്കായിരുന്നില്ല. ഞാൻ എത്രയോ തവണ അമ്പലപ്പുഴയിൽ പല കാര്യത്തിന് പോയിട്ടുണ്ട്. ഇതെന്തേ ഒന്ന് കുടിച്ചു നോക്കിയിട്ട് ഇതിനെപ്പറ്റിയുള്ള പൊതുബോധം അല്ലെങ്കിൽ എന്നിൽ പ്രവർത്തിക്കുന്ന പൊതുബോധം ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഈ ജാതിയിലൊരു വലിയ പ്രശ്നമാണ്. ഈ ജാതി വലിയ പ്രശ്നമാണെന്ന് പറയുന്നത് ഇപ്പോൾ ജാതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഗംഭീരമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പോരാട്ടങ്ങളുടെ ചരിത്രം നമ്മൾ മറന്നുപോകും. നമ്മൾ തന്നെ വിചാരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണിക് കൺട്രി ആയിരുന്നു, ഒരു ബ്രാഹ്മണിക് കൺട്രി ആയിട്ട് എന്നെന്നും നിലനിന്നിരുന്ന ഒരു സാധനമാണെന്നാണ് നമ്മുടെ ഉള്ളിലുള്ള പൊതുബോധം. എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാഹ്മണനെ കാണുമ്പോൾ, അല്ലെ തിരുവിതാംകൂർ രാജാവിൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ഒരാളെ കണ്ടാലും നമ്മളൊന്ന് എണീറ്റ് നിൽക്കും. ഏത് തരത്തിലുള്ള ആളായാലും എണീറ്റ് നിൽക്കും. കാരണം അവർ എക്കാലവും ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവരെന്തോ സൗജന്യത്താൽ ഇത് വിട്ടുകൊടുത്ത് തന്നതാണെന്നാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ പറ്റി നമ്മുടെ ബോധ്യം അതാണ്. ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് അതാണോ? ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഇത് ഇന്നും ഇന്നലെയും ബ്രാഹ്മണ്യത്തെ എതിർക്കാൻ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ മേൽക്കോയ്മയെ എതിർക്കാൻ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ പുരുഷാധിപത്യത്തെ എതിർക്കാൻ തുടങ്ങിയത് ഇന്ത്യയിൽ ഇന്നും ഇന്നലെയല്ല. പല തരത്തിലുള്ള റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. ഈ തേരിഗാഥ എന്ന് പറയുന്ന കവിതാ സമാഹാരമുണ്ട്, ബുദ്ധ ഭിക്ഷുണികൾ എഴുതിയതാണ്. ബുദ്ധൻ്റെ കൂട്ടത്തിൽ വന്ന സ്ത്രീകൾ, ബുദ്ധൻ്റെ പിന്തുടർന്ന സ്ത്രീകൾ, ഭിക്ഷുണികളായി തീർന്ന മനുഷ്യർ എഴുതിയ കവിതകളുണ്ട്. 600 കൊല്ലം സ്ത്രീകൾ ഇന്ത്യയിൽ തുടർച്ചയായിട്ട് കവിത എഴുതി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും നിങ്ങൾ? ഇപ്പം വെസ്റ്റേൺ ഹിസ്റ്ററിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ തരത്തിൽ 600 വർഷം തുടർച്ചയായിട്ട് ഈ കാസ്റ്റിനെതിരെ, ഈ പറയുന്ന പാട്രിയാർക്കിക്കെതിരെ നിരന്തരമായിട്ട് കവികൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ കവിതകൾ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആ ചരിത്രം എന്തേ മറന്നു? എവിടെ പോയത്? ഭിക്ഷുണി വിമല എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കവിതയുണ്ട്. ഇപ്പോൾ വായിച്ച നമുക്ക് ഈ പേര് പറഞ്ഞില്ലെങ്കിൽ പുതിയൊരു കവി എഴുതിയതാണെന്ന് തോന്നുന്നു. ഭിക്ഷുണി വിമല പറയുന്നത് കൂടെ കൂടിയപ്പോൾ എനിക്ക് 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിയെന്നാണ് പറയുന്നത്. 1 ഉരുളി, അടുക്കളയിൽ ഉരുളി, അതിൽ നിന്ന് രക്ഷ കിട്ടി. 2 ചട്ടുകം, ഈ ചട്ടകത്തിൽ നിന്ന് രക്ഷപ്പെട്ടി. 3 ഭർത്താവ്, അതിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടിയതാണ് പറയുന്നത്. ഈ കവിത ഇന്ന് വായിച്ചാൽ നമ്മൾ BC എഴുതിയ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് എഴുതിയ ഒരു സ്ത്രീ എഴുതിയതാണെന്ന് നമ്മൾ വിശ്വസിക്കുമോ? അങ്ങനെ കവിതകൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ. വചന കവിതകൾ 12ാം നൂറ്റാണ്ടിൽ ഉണ്ടായ കർണാടകത്തിലെ അക്ക മഹാദേവി പോലെയുള്ള കവികൾ എഴുതിയത് ഈ ജാതി വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ തുക്കാറാം, കബീർ, മീരാബായി, ലാൽ ദത്ത്, ഇന്ത്യ നോക്കുകയാണെങ്കിൽ പല ഘട്ടത്തിൽ സംഘകാലത്തെ കവയത്രികൾ വലിയൊരു ഗണ്യമായ ശതമാനം ആൾക്കാർ കവിത എഴുതിയിരുന്നു. അപ്പം ഇന്ത്യയിൽ അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന താഴേക്കടയുള്ള മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ജാതി എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെ നിരന്തരമായിട്ടുള്ള എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ചരിത്രം അവിടെ പോയി? ഈ ചരിത്രം കാണാനില്ല. പകരം നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ പിടിമുറുക്കം മാത്രമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ വലിയ ഔദാര്യം മാത്രമാണ് ഇന്ത്യ ചരിത്രം എന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും.
അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കുറേ കാലം കഴിയുമ്പോൾ പതുക്കെ ഇതിനൊക്കെ വിഴുങ്ങിയെടുക്കും. എന്ന് പറഞ്ഞാൽ ഈ റബല്യസ്നെസ്സിനൊക്കെ അകത്താക്കുന്ന ഒരു മെക്കാനിസം അല്ലേ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ഈ പഴയ രൂപങ്ങൾ മാത്രമല്ല, പുതിയ രൂപം സിനിമയൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ പുണ്യപുരാണ ചിത്രങ്ങൾ എന്ന് പറയുന്ന ആ കാര്യം മാസ്സായിട്ട് ചെയ്തിട്ടുള്ള മാസ് സൈക്കോളജി ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ആളുകളുടെ പ്രതിരോധങ്ങളെ മുഴുവൻ ബ്രാഹ്മണ്യത്തിനകത്താക്കി എന്നുള്ളതാണ്. മീരാബായിയെ പറ്റി ഉള്ള പടമായാലും അല്ലെങ്കിൽ തുക്കാറാമിനെ പറ്റിയുള്ള ചിത്രമായാലും സിനിമ കഴിയുമ്പോൾ ആ സിനിമ കണ്ടിറങ്ങുന്ന ഒരാളുടെ കയ്യിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ തുടർച്ചയായിട്ട് അവരൊക്കെ മാറും. എന്ന് പറഞ്ഞാൽ അവരുടെ റെബല്യസ്നെസ് കൂടി അവരുടെ എതിർപ്പ് കൂടി ബ്രാഹ്മണ്യത്തിൻ്റെ പാർട്ടായിട്ട് മാറുകയാണ്. അപ്പം ഇങ്ങനെ ആ പൊതുബോധത്തിൽ ഇടപെടുന്ന പ്രധാനപ്പെട്ട രണ്ട് രൂപങ്ങളെയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്നത്. ഒന്ന് ശ്യാമ്, ഒന്ന് ഈ WCC എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള സംഗതിയെ കണ്ടാലും അടിസ്ഥാനപരമായിട്ട് ഈ മലയാളിയുടെ പൊതുബോധത്തെ നേരിടുന്നതാണ്. അതിൽ WCC ശ്യാമ ചെയ്തത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ ബ്രാഹ്മണ്യത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിൽ എത്ര നമ്മൾ പുറത്ത് പുരോഗമനകാരിയായിട്ട് കാണപ്പെടുന്നെങ്കിലും ചരിത്ര ദർശനവും സമൂഹ ദർശനവും ഈ ഇസം തന്നതാണ്, ഈ ബ്രാഹ്മണിസം തന്നതാണ് നമുക്ക് പലതും. അപ്പം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ശരിയെന്ന് പറയുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ രൂപം കൊള്ളുന്നത്. നമ്മൾ ഈ ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിനെ പറ്റി നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, പുറത്തുനിന്ന് വരുന്ന യാതൊന്നും അറിയാതെ പുറത്തുനിന്ന് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവം ഒന്നും അറിയാതെ നമ്മൾ ഇവിടെ ഒന്ന് ചോദിക്കുക, ആരാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരാ നിങ്ങളുടെ പ്രസിഡന്റ്? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആരാ? ആദിവാസി അല്ലേ? ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി? പിന്നോക്കക്കാരൻ, OBC ആണ്. ആരാ നിങ്ങളുടെ ധനമന്ത്രി? സ്ത്രീയാണ്. നിങ്ങൾ നോക്ക് സോഷ്യൽ എഞ്ചിനീയറിങ്. അതായത് ആദിവാസി പ്രസിഡന്റ്, പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രി, ധനമന്ത്രി സ്ത്രീ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോഗ്രസീവ് ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കും പുറത്തുനിന്ന് വരുന്നത്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും രാഷ്ട്രപതിയാക്കിയിട്ടുണ്ടോ ആദിവാസീനെ? പിന്നോക്കക്കാരൻ്റെ പ്രധാനമന്ത്രിയാക്കിയിട്ടുണ്ട്. ധനമന്ത്രി, മൂന്നാമത്തെ വലിയ പോർട്ട്ഫോളിയോ സ്ത്രീ അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ എഞ്ചിനീയറിങ് അവരെ പോലെ പഠിച്ച ഒരു കക്ഷിയില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദളിതരുണ്ടായ പാർലമെന്റ് ഏതാ? ഇപ്പം 84 ദളിതരുണ്ട് അല്ലേ? നമ്മൾ ഈ ജനാധിപത്യ കക്ഷികൾ എന്ന് പറഞ്ഞ് ഭരിച്ചിരുന്ന ആൾക്കാർ ഭരിക്കുമ്പോൾ എത്ര ദളിതരുണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം. ഇതിന് മുമ്പത്തെ പാർലമെന്റിലാണ് ഏറ്റവും കൂടുതൽ ദളിതരുണ്ടായത്. ഈ ഏറ്റവും കൂടുതൽ ദളിതരുടെ ബഹുഭൂരിപക്ഷവും BJP-ക്കാരായിരുന്നു. അന്ന് ഹിന്ദുവിൽ വന്ന ഒരു ലേഖനം, ഇന്ത്യയിലെ ഏക ദളിത് പാർട്ടി, പുറത്തുനിന്നൊന്നൊരു സ്കോളർ പറയുക ഇന്ത്യയിലെ ഏക ദളിത് പാർട്ടി BJP ആണ്. കാരണം എന്താ? BJP കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് ദളിതരില്ല, കാണാനില്ല, ടോക്കൺ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പം നടന്ന അവരുടെ ഈ വിഭജനം നിങ്ങൾ കണ്ടില്ലേ? തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 30 ജില്ലയായിട്ട് കേരളത്തെ വിഭജിച്ചു അല്ലേ? 30 ജില്ലയിൽ അവർ സ്ത്രീകളെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, ദളിതരെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനികളെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിങ്, ഈ പുരോഗമനപരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടി നടത്തിയിട്ടുണ്ട്? നിങ്ങളിപ്പോൾ നോക്ക്, ഇപ്പോൾ നടന്നത് എത്ര സ്ത്രീകളുടെ പ്രസിഡന്റ് നോക്ക്. തൃശ്ശൂർ ജില്ലയിലുണ്ട് ഒരു സ്ത്രീ പ്രസിഡന്റ്. അപ്പൊ എന്തുകൊണ്ടാണിത്? ഈ ടോക്കണിസം വഴി, ഈ പറയുന്ന വഴി ദ്രൗപദി മുർമുവിനെ പ്രസിഡന്റ് ആക്കിയാൽ ദ്രൗപദി മുർമുവിൻ്റെ പിന്നോക്ക ചരിത്രം, ആദിവാസി ചരിത്രം അവരിൽ നിന്ന് പോവും, പകരം ബ്രാഹ്മണ ചരിത്രം അവർക്ക് കിട്ടും. ഇങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവരുടെ റെസിസ്റ്റൻസിൻ്റെ ചരിത്രം മാറ്റിക്കളയാണ്. ഇത് സവർക്കർ 10 കൊല്ലം രത്നഗിരിയിൽ ഇരുന്ന് പരീക്ഷണം നടത്തിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. 37 ഹിന്ദു മഹാസഭ പ്രസിഡന്റ് ആവുന്നത് എല്ലായിടത്തും നടന്ന്. മാത്രല്ല ഈ പറയുന്ന പതീത് പാവൻ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് അംബേദ്കറെ ക്ഷണിക്കുന്നുണ്ട് സവർക്കർ. അംബേദ്കറെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അംബേദ്കർ വരുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അതിൻ്റെ ഉള്ളിലെ സനാതനത്വം എന്താണ്, അത് എത്ര ആൻറ്റി സോഷ്യലാണ്, ആൻറ്റി ഡെമോക്രാറ്റിക് ആണ്, ആൻറ്റി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ആൻറ്റി ലിബർട്ടി ആണ് എന്ന് പറയുന്ന കാര്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്യാംകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കോമൺ സെൻസിൽ ഇടപെടുമ്പോൾ
നമുക്കത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു വളരെ കാലമായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത് തടസ്സപ്പെട്ടിരിക്കുക, എവിടെയോ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള നമ്മുടെ മോഹം പലയിടത്തും അവസാനിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്ലോബലൈസേഷനും കമ്പോളവും വന്നപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ മൊബിലിറ്റി കിട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു തോന്നൽ പ്രത്യേകിച്ച് കേരള മിഡിൽ ക്ലാസ്സിന് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യാജ സ്വഭാവം തിരിച്ചറിയാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ശ്യാംകുമാറിനെ പോലെയുള്ള ഒരാൾ നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബ്രാഹ്മണിസം, എന്താണ്? നമുക്ക് തോന്നും, പലപ്പോഴും ഈ പറയുന്ന ആളുകൾക്ക് തോന്നും. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ ഈ സവർണത കൊണ്ട് നടക്കുന്നത് ബ്രാഹ്മണരല്ല എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി എങ്കിലും അത് ബ്രാഹ്മണരല്ല, മറിച്ച് ഹിന്ദു ശൂദ്രരും ഈ പറയുന്ന ഇടവർ പോലെയുള്ള സോഷ്യൽ മൊബിലിറ്റി കിട്ടിയ ആളുകളുമാണ് ഈ പറയുന്ന സവർണതയുടെ കാച്ച്മെൻ്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പക്ഷേ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ പോലുമല്ല. അല്ലെ, RSSൻ്റെ പ്രത്യയശാസ്ത്രം ഉറക്കെ പറയാൻ മുന്നോട്ട് വരുന്നത് ഈ രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണിസത്തിൻ്റെ സ്വാംശീകരണം ബ്രാഹ്മണർക്കുള്ളിലല്ല കേരളത്തിൽ നടക്കുന്നതിന് പുറത്താണ്. ബ്രാഹ്മണിസത്തിന് ചലനാത്മകമാവുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത്, ശ്യാംകുമാറിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയൊരു ഐക്യദാർഢ്യമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. മാത്രമല്ല, അത് ഈ ഫാസിസത്തെ നേരിടണമെങ്കിൽ വലിയൊരു ഐക്യമുന്നണിക്ക് മാത്രമേ സാധ്യമുള്ളൂ. ആ ഐക്യമുന്നണി എന്ന് പറയുന്നത് അല്ലാതെ ചെറിയ ചെറിയ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അവിടെ ഇവിടെ ഇരുന്ന് ഫാസിസത്തെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. മറിച്ച് വലിയ ചില കാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയേ തീരും. അപ്പോൾ അതിനൊക്കെ ചെയ്യുന്ന വലിയ പ്രവർത്തനമാണ് ശ്യാം ചെയ്യുന്നത്. WCC നിങ്ങൾക്കറിയാം, വലിയ തരത്തിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു ഈ കുടത്തിൽ ഭൂതാണോ പ്രേതാണോ എന്ന് എല്ലാവരും കൂടി പൊത്തിപ്പിടിക്കാൻ ഒരു ശ്രമം നടത്തിയ സംഗതി പോലും പുറത്തു വന്ന കാലമാണ്. ഇവിടെയും നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കേരളത്തിലെ സിനിമാ ചരിത്രം നോക്കുകയാണെങ്കിൽ വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പം കേരളത്തിൽ ഇതാണ്, നമ്മൾ പലതും പാസ്റ്റ് മറന്നുപോകും. ഇന്നത്തെ വലിയ നടിമാരിൽ അല്ലെങ്കിൽ വലിയ നടിമാരെന്ന് നമ്മൾ പറയുന്ന ആളുകളിൽ ആരെങ്കിലും ഒരു ദളിത് സ്ത്രീയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വലിയ നടന്മാരിൽ ആരെങ്കിലും ദളിത് ഒരു ദളിത് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് തപ്പിയെടുക്കേണ്ടി വരും. നമുക്ക് ഏതെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ കേരളത്തിൽ ഒരു നടി, ഏറ്റവും പ്രധാനപ്പെട്ട നടി, അവരുടെ ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത് ആദ്യത്തെ 3 സിനിമയിൽ ദളിത് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടാണ്. കേരളത്തിൽ നടന്ന കാര്യം ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വലിയ നടി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടി, ആദ്യത്തെ 3 സിനിമകളിലെ നായിക ആയിട്ട് അഭിനയിക്കുമ്പോൾ അത് ദളിത് ക്യാരക്ടേഴ്സാണ് ചെയ്തത്. 1 നീലക്കുയിൽ, 2 രണ്ടിടങ്ങഴി, 3 മുടിയനായ പുത്രൻ. മിസ് കുമാരി എന്ന് പറയുന്ന നടിയാണ്. അങ്ങനെ ഒരു ഭൂവിഭാഗം ഇന്ത്യയിലില്ല. ദളിത് ക്യാരക്ടറെ അവതരിപ്പിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട നടി കടന്നു വരും. ആ കാലത്ത് നിങ്ങൾ ആലോചിക്കണം, നീലക്കുയിലിനൊക്കെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിലും 53-ൽ ഐക്യകേരളം ഉണ്ടാകുന്നതിന് മുമ്പ് 55-ൽ നീലക്കുയിൽ ഇറങ്ങുമ്പോൾ ദളിത് പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ വില്ലനായിട്ടൊരു മാഷ വരുന്നത് ശ്രീധരൻ നായർ ആണെന്ന് മാത്രമല്ല, മാഷാണ്, പഠിച്ചവനാണ് അഴിമതി ചെയ്യാൻ പോകുന്നത്, പഠിച്ചവനാണ് ഇനി ഇന്നത്തെ ലോകത്തിൻ്റെ ഈ പ്രോഗ്രസ്സിനും കുറുകെ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സിനിമയുടെ പേര് രാരിച്ചൻ എന്ന പൗരൻ എന്നാണ്. പൗരൻ, സിറ്റിസൺ, രാരിച്ചൻ ആസ് എ സിറ്റിസൺ. ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ആ സമയത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പുണ്യപുരാണ ചിത്രം ഉണ്ടാവുന്നില്ല. ബാക്കി എല്ലാ ഹിന്ദി സിനിമ എടുത്താലും തമിഴ് എടുത്താലും ബംഗാളി എടുത്താലും ഈ പുണ്യപുരാണ ചിത്രങ്ങളിൽ കൂടിയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി വളരുന്നത്. കേരളത്തിൽ സിനിമയുടെ ആദ്യത്തെ ഒരു 10-20 വർഷം എടുത്ത് നോക്കി ഒറ്റ സിനിമ ഒരു പുണ്യപുരാണ ചിത്രം ഉണ്ടായിട്ടു. പ്രഹ്ലാദ എന്ന് പറയുന്ന ചിത്രമാണ്. അത് തിരുവിതാംകൂർ കൊട്ടാരം ഉണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ് അപ്പീൽ കണ്ട്, സിനിമ എന്ന് പറയുന്ന ഒരു മാസ് അപ്പീൽ കണ്ട്
36 ഈ ക്ഷേത്രപ്രവേശനമൊക്കെ നടന്നപ്പോൾ പുതിയൊരു ജനവിഭാഗം ഹിന്ദു ഫോൾഡിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പേടിയായി. ഇത് ഹിന്ദു എന്ന് പറയുന്ന ഒരാശയത്തെ അതുവരെ ഉണ്ടായ ബ്രാഹ്മണിസത്തെ തകർക്കുമെന്ന് പേടിച്ച് സർ CP രാമസ്വാമി അയ്യർ പൈസ ഇറക്കിയിട്ട് ബിനാമി പേരിൽ എടുത്ത പടാണ് പ്രഹ്ലാദൻ. രണ്ടാമത് നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ അറിയാം, നീല എന്ന് പറയുന്ന പ്രൊഡക്ഷൻസാണ് ഈ പറയുന്ന ഈ പി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളാണ് ഈ സ്വാമി അയ്യപ്പൻ പോലെയുള്ള അല്ലെങ്കിൽ പുണ്യപുരാണ ചിത്രങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. പി സുബ്രഹ്മണ്യത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിനെ പാട്രൺ ആയിട്ട് വർത്തിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. സർ CPക്ക് സവർക്കറായിട്ട് വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണെന്ന് അറിയണം. അത്രയും ക്ലോസ് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ കേരളത്തിന് വലിയൊരു പ്രോഗ്രസീവ് ഹിസ്റ്ററി സിനിമയ്ക്കുള്ളിലുണ്ട്. പക്ഷെ പുറത്തു നോക്കുകയാണെങ്കിൽ ഒരു തൊഴിലിടം എന്നുള്ള നിലയ്ക്ക് സിനിമ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരു റോസി എന്ന് പറയുന്ന ഒരു സവർണ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു നടിയെ നാട് കടത്തിയ ജനതയാണ് നമ്മൾ. അപ്പോൾ സിനിമയ്ക്കുള്ളിലൊരു പ്രോഗ്രസീവ് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അതിന് പുറത്ത് ഈ പറയുന്ന വിഗതകുമാരനിൽ നായികയായിട്ട് അഭിനയിച്ചതിൻ്റെ പേരിൽ ഓടിപ്പോകേണ്ടി വന്നു. റോസിക്ക് ഓടിപ്പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഈ കമലിൻ്റെ സെല്ലുലോയിഡൊക്കെ ഇറങ്ങിയ കാലത്ത് അവർ പോയിട്ട് ഏഷ്യാനെറ്റിൻ്റെ ടീമൊക്കെ പോയി അന്വേഷിക്കുന്ന കാലത്ത് മനസ്സിലാവുന്നത് റോസി തൻ്റെ മക്കളോട് പോലും ഇങ്ങനെ ഒരു ഭൂതകാലം തനിക്കുണ്ടെന്ന് പറയും. തമിഴ്നാട്ടിലാണ് അവർ ജീവിക്കുന്നത്. തൻ്റെ മക്കളോട് പോലും പങ്കുവച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ മറക്കപ്പെടേണ്ട ഒരു ചരിത്രമായിട്ടാണ് റോസി പോലും കരുതുന്നത്. അപ്പം അങ്ങനെ ഈ സിനിമയുടെ തൊഴിലിടം എന്ന് പറയുന്ന അതിൻ്റെ ആഴത്തിലെ ഫ്യൂഡൽ സ്വഭാവം മാറാത്ത ഒരിടത്ത് കലാപക്കൊടി ഉയർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇവർക്കൊക്കെ അതിനെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ജോലിക്കായാലും ആശയ്ക്കായാലും അതിൻ്റെ മുൻനിരയിൽ നിന്ന മനുഷ്യർക്കായാലും ഒക്കെ അവർ ജീവിതം കൊണ്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മധ്യവർഗ ഉപരിവർഗ സംഘടനയൊക്കെ ആയിട്ട് തോന്നാം. ഒരു പക്ഷേ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യാം. WCC ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് സ്വഭാവം വെച്ചിട്ട് നമ്മളൊരു പഴയ അനാലിസിസ് വെച്ചിട്ട് അങ്ങനെ പറയാം. പക്ഷേ ഈ ഡിസിഷൻ മേക്കേഴ്സിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ മധ്യവർഗത്തിൽ മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിലെ റെബല്യസ്നെസ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മെഷീനറി ചലിക്കാൻ പ്രയാസമാണ്. മെഷീനറിയിൽ നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥിതിയിലെ കോമൺ സെൻസിൽ ഇടപെടണമെങ്കിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് എപ്പോഴൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുണ്ടോ അപ്പോഴൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നെഹ്റുവിനെ പോലെ ആളുണ്ടാവുന്നത് അങ്ങനെയാണ്. വലിയ ഒരു തരത്തിലെ ഒരു റെബല്യസ് മിഡിൽ ക്ലാസിൻ്റെ ആശയമായിട്ട് വരുമ്പോഴാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ത്വര ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ സമൂഹത്തിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് WCCയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇനിയും നമ്മൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇതിൽ ഒരു സ്ഥാപനമായിട്ട് ഈ KA തോമസ് മാഷ് ഫൗണ്ടേഷനെ നമുക്ക് കരുതാം. എന്തായാലും വളരെ നന്ദി. കുറച്ച് വിശദമായിട്ട് തന്നെ അവരെ പറ്റി പറയാൻ കഴിഞ്ഞു. അതിന് അവസരം തന്ന ഈ സംഘാടകർക്ക് നന്ദി.